ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവിലിറങ്ങി രണ്ടാം ദിനമാണ്. രണ്ടാം ദിനത്തിൽ മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളുമായി സിനിമ കുതിച്ചുയരുകയാണ്. അതെ, അഴിഞ്ഞാട്ടം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ആദ്യ ദിനം തന്നെ ഇവിടെ തൂക്കിയടി തുടങ്ങിയിരിക്കുന്നു. നമുക്ക് സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളും ഇന്നത്തെ പ്രീസെയിലുമൊക്കെ ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കണം. ലോങ് വീഡിയോ കൂടിയാണ്. സിനിമയ്ക്ക് ഓപ്പണിംഗ് ആയിട്ട് പ്രീസെയിലൂടെ വന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4,30,00,000 രൂപയായിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 24 ലക്ഷം രൂപ നേടിയ ചിത്രം ഓവർസീസിൽ നിന്ന് നേടിയത് 58 ലക്ഷത്തിന് മുകളിലായിരുന്നു. അങ്ങനെ 5,12,00,000 രൂപയാണ് സിനിമയ്ക്ക് പ്രീസെയിലൂടെ മാത്രമായി വന്നത്. ഇനി സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷനിലേക്ക് കടന്നു ചെല്ലാം. ആദ്യ ദിനം സിനിമയ്ക്ക് 2,128 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. അതിൽ നിന്ന് 4,07,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോവുകയും ചെയ്തത്. 1000-നടുത്തുള്ള ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും 600-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളുമൊക്കെയായി അഴിഞ്ഞാടുകയായിരുന്ന സിനിമ 6,47,00,000 രൂപയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. അതായത് ഏകദേശം 6,85,00,000 രൂപയോളം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി. വേൾഡ് വൈഡായിട്ട് പ്രതീക്ഷിക്കുന്നത് സിനിമ 15 കോടിയോളം നേടും എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് ഒന്ന് വരാം. ഇന്ന് സിനിമയുടെ രണ്ടാം ദിനം 19/12/2025 നമുക്ക് ജില്ല തിരിച്ചുള്ള ആ ഒരു ഡീറ്റെയിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് 170ഓളം ഷോകളിൽ നിന്ന് 10,500-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 19,41,000-ന് മുകളിലുള്ള എമൗണ്ടാണ് സിനിമയ്ക്ക് രാവിലെ തന്നെ അല്ലെങ്കിൽ ഒരു ഷോ തുടങ്ങുന്നതിന് മുമ്പ് പ്രീസെയിലൂടെ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. 20.9, അതായത് 21% ഒക്യുപ്പൻസിയാണ് തിരുവനന്തപുരത്ത് സിനിമയ്ക്കുള്ളത്. കൊല്ലത്ത് 95 ഷോകളിൽ നിന്ന് 6,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 10,50,000 രൂപയ്ക്കടുത്ത് സിനിമയ്ക്ക് കളക്ഷൻ വരുന്നു, 24%. പത്തനംതിട്ടയിൽ 27 ഷോകളിൽ നിന്ന് 1,566 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 2,52,000 രൂപ വന്നു, 23%. ആലപ്പുഴയിലും 23%, 10 ലക്ഷം രൂപയ്ക്കടുത്താണ് വന്നത്. 6,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ അതും 79 ഷോകളിൽ നിന്ന്. കോട്ടയത്ത് 88 ഷോകളിൽ നിന്ന് 6,324ഓളം ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 9,94,000, ഏറെക്കുറെ 10 ലക്ഷം എന്ന് പറയാം, 19% അങ്ങനെ വന്നത്. ഇടുക്കിയിൽ 35 ഷോകളിൽ നിന്ന് 2,250ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 3,62,000 രൂപയോളം കളക്ഷൻ വന്നു, അതും 22% ഒക്യുപ്പൻസി. എറണാകുളം നമ്മൾ ഉറ്റുനോക്കുന്ന മെയിൻ സെൻറ്ററുകളിലൊന്ന് 213 ഷോകളിൽ നിന്ന് 17,500ഓളം ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയത്. 33,30,000 രൂപയോളം പ്രീസെയിൽ സിനിമയ്ക്ക് വന്നു, 28% ഒക്യുപ്പൻസിയിൽ. തൃശ്ശൂർ മറ്റൊരു മെയിൻ സെൻറ്റർ 195 ഷോകൾ, 12,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ, 18 ലക്ഷം രൂപയോളമാണ് വന്നത്. 20%-നടുത്താണ് സിനിമയുടെ കളക്ഷൻ വന്നത്. പാലക്കാട് 98 ഷോകളിൽ നിന്ന് 4,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 5,20,000 രൂപയ്ക്കടുത്ത് 14% ഒക്യുപ്പൻസിയിൽ വന്നു. മലപ്പുറത്ത് മെയിൻ സെൻറ്ററുകളിലൊന്ന് 131ഓളം ഷോകൾ, അവിടെ നിന്ന് 7,500ഓളം അല്ലെങ്കിൽ 7,600ഓളം ടിക്കറ്റുകൾ എന്ന് തന്നെ പറയാം, 9,70,000 രൂപയ്ക്ക് മുകളിലാണ് കളക്ഷനായി വന്നത്. 20% സിനിമയുടെ ഒക്യുപ്പൻസിയായിട്ട് വന്നിരിക്കുന്നത്. കോഴിക്കോട് 129 ഷോകൾ, 10,000-നടുത്തുള്ള ടിക്കറ്റുകൾ, കൃത്യം പറഞ്ഞാൽ 9,487 ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 14,70,000-ന് മുകളിലുള്ള എമൗണ്ടാണ് സിനിമയ്ക്ക് വന്നത്. 76% സിനിമയുടെ ഒക്യുപ്പൻസി. വയനാട് 27 ഷോകൾ, 1,314ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി, 1,70,75,000-ന് മുകളിലുള്ള എമൗണ്ട് വരുന്നു. 18% സിനിമയ്ക്ക് ഒക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. കണ്ണൂർ 131 ഷോകൾ, 11,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 15,46,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതും 31%-ന് മുകളിൽ. അതായത് ഏറ്റവും കൂടുതൽ ഒക്യുപ്പൻസി കണ്ണൂരാണ് വന്നിരിക്കുന്നത്, 31.47%. ഇനിയും കാസർഗോഡ് 30 ഷോകളിൽ നിന്ന് 1,453ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 2,12,00,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻസ് പ്രീസെയിലൂടെ നേടിയിരിക്കുന്നത്. 16% ഒക്യുപ്പൻസിയാണ് അവിടെ വന്നിരിക്കുന്നത്. ഏറ്റവും കുറവ് പാലക്കാടും ഏറ്റവും കൂടുതൽ കണ്ണൂരുമാണ് നമുക്ക് ഒക്യുപ്പൻസി പെർസെൻറ്റേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രീസെയിലിൽ കാണാൻ കഴിയുന്നത്. മൊത്തം 1,448 ഷോകളിൽ നിന്ന് 97,000
746ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. 1,55,67,000 രൂപയോളം സിനിമയ്ക്ക് പ്രീസെയിലൂടെ വന്നിരിക്കുന്നു. അതും 22.93% ഓക്യുപ്പൻസിയിൽ. റെക്കോർഡ് കളക്ഷൻ എന്ന് തന്നെ പറയാം. അതായത് സിനിമ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ 1.5 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് കളക്ഷൻ വന്നിരിക്കുകയാണ്. ആദ്യ ദിനം സിനിമയ്ക്ക് വിറ്റുപോയത് 4,07,000-ഓളം ടിക്കറ്റുകളായിരുന്നു. അതായത് പ്രീസെയിലൂടെ 1,00,000 ടിക്കറ്റുകൾ രണ്ടാം ദിനം വിറ്റുപോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്ന് രണ്ടാം ദിനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഒരു ഗംഭീര കളക്ഷൻ തന്നെ ആയിരിക്കുമെന്നുള്ളതാണ്, യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ 5 കോടിയായിരിക്കാം, അല്ലെങ്കിൽ 5.5 കോടിയോളമായിരിക്കാം സിനിമയുടെ രണ്ടാം ദിനമായ വെള്ളിയാഴ്ചയും സിനിമയ്ക്ക് കളക്ഷനായി വരാൻ പോകുന്നത്. 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഏറെക്കുറെ 13 കോടിയോളം നേടുമെന്നുള്ളതാണ്. ആദ്യ 2 ദിനങ്ങൾ കൊണ്ട് സിനിമ വേൾഡ് വൈഡായിട്ട് 25 കോടി തൂക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും ആദ്യ ദിനത്തെ സിനിമയുടെ കളക്ഷൻ നമ്മൾ കാത്തിരിക്കുകയാണ്. ദിലീപിൻ്റെ തന്നെ പല സിനിമകളുടെയും കളക്ഷൻ ഇതിനോടകം തന്നെ ദിലീപ് തന്നെ തിരുത്തി കുറിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. എന്താണേലും ഒരു ദിലീപ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനായി സിനിമ ആദ്യ ദിനം തന്നെ, അല്ലെങ്കിൽ ഇതുവരെയുള്ള പല ദിലീപ് സിനിമകളുടെയും റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതുകൂടാതെ പ്രീസെയിലൂടെ പുതിയ റെക്കോർഡും സിനിമ സൃഷ്ടിക്കുകയാണ്. 4-ാം സ്ഥാനത്തേക്ക് സിനിമ കേരള ബോക്സ് ഓഫീസിലെത്തുകയാണ്. അതും 2-ാം സ്ഥാനത്തേക്ക് എത്തുന്നു മലയാള സിനിമകളുടെ ലിസ്റ്റിലും. അതായത് ആദ്യ 4 പൊസിഷൻ നോക്കുകയാണെങ്കിൽ എമ്പുരാൻ 12,40,00,000 മുകളിൽ നേടിയിരിക്കുന്നു. ലിയോ 9.5 കോടിയോളവും, കൂലി 8,10,10,00,000 രൂപയോളമാണ് കേരള ടോപ്പ് 1 പ്രീസെയിലായി വന്നിരിക്കുന്നത്. ഇവിടെ 4 കോടിക്ക് മുകളിൽ നേടി ഈ സിനിമ ആ റേഞ്ചിലേക്ക് എത്തുകയാണ്. KGF-ൻ്റെ റെക്കോർഡും തകർത്ത് തന്നെയാണ് ഈ ഒരു സിനിമ മുന്നിൽ എത്തിയിരിക്കുന്നതും. ദിലീപ് ചിത്രങ്ങളിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറിലേക്ക് എത്തുമ്പോൾ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. മോഹൻലാലിൻ്റെ പ്രസൻസ് അത് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയില്ല. സെക്കൻഡ് ഹാഫിൽ മോഹൻലാലിൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഒരു പക്ഷേ ഈ ഒരു സിനിമയെ ഇത്രത്തോളം ഗംഭീരമായി ഈ ഒരു തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്നത് എന്ന് തന്നെ പറയാം. മണിക്കൂറിൽ 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ചിത്രം രാത്രിയിലും നമുക്ക് 3,000-4,000 ടിക്കറ്റുകൾ വിറ്റുപോകുന്നതായി കാണാൻ കഴിയുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ ഒരു സിനിമ അത്ര ഗംഭീരമായിട്ടുള്ള ഒരു വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ആദ്യ ദിനത്തിലെ തീ പടർത്തുന്നത് പിന്നീട് അങ്ങോട്ട് ആളിക്കത്താൻ തുടങ്ങുന്നു. രണ്ടാം ദിനത്തിനും ശരിക്കും ആളിപ്പടരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ക്രിസ്മസ് സീസണിൽ വരുന്ന ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നിവിൻ പോളി കൂടെ ഈ ഒരു അംഗത്തിന് ഉറപ്പിക്കുകയാണ്. ക്രിസ്മസ് ദിനത്തിൽ ആ സിനിമ കൂടി ഇറങ്ങുമ്പോൾ കളം നിറഞ്ഞാടാൻ കളങ്കാവലും നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഇന്ന് രാത്രിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് 250-ന് മുകളിലുള്ള എക്സ്ട്രാ ലേറ്റ് നൈറ്റ് ഷോസ് സിനിമയ്ക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. എന്താണേലും അതിഗംഭീരമായിട്ട് തന്നെ ഉള്ള ഒരു വിരുന്നുമായി ഈ ഒരു സിനിമ മാറുകയാണ്. എന്തായാലും മോഹൻലാൽ ഫാൻസും ദിലീപ് ഫാൻസിൻ്റെയും അഴിഞ്ഞാട്ടമാണ് നമുക്ക് തിയേറ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു ഫെസ്റ്റീവ് മൂഡിൽ വന്നിരിക്കുന്ന ഈ ഒരു ചിത്രം ഇന്ന് ഏറെയും യുവത്വത്തിനെ തന്നെയാണ് കയ്യിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഭരിക്കുന്നത് എന്ന് തന്നെ പറയാം. GCC രാജ്യങ്ങളിലെ പ്രകടനം നാളത്തേക്ക് നമുക്ക് കാണാൻ കഴിയും. എന്താണേലും കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ മറക്കണ്ട. ഗ്രേറ്റ് മീഡിയാസ്.